അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നുസിലുമാ യുനാസിബു, യോജിച്ചത് ചേർത്ത് എഴുതാനാണ്. ബ്രാക്കറ്റിൽ ഹാദ ഹാദിഹി എന്ന് തന്നിട്ടുണ്ട്. ബക്കറത്തുൻ, ഹാദിഹി ബക്കറത്തുൻ. 2 ജിദാറുൻ, ഹാദ ജിദാറുൻ. 3 ഷാത്തുൻ, ഹാദിഹി ഷാത്തുൻ. 4 സുല്ലമുൻ, ഹാദ സുല്ലമുൻ. 5 ദജാജത്തുൻ, ഹാദിഹി ദജാജത്തുൻ. 6 മിഫ്താഹുൻ, ഹാദ മിഫ്താഹുൻ. 7 ഹിറത്തുൻ, ഹാദിഹി ഹിറത്തുൻ. 8 ബാബുൻ, ഹാദ ബാബുൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നുതർജിമു, അർത്ഥം എഴുതാനാണ്. 1 ഹാദിഹി ജുവാഫത്തുൻ, എന്താണ് അർത്ഥം? ഇത് പേരക്കയാകുന്നു. രണ്ടാമത്തത് അന തിൽമീദുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നുജീബു, ഉത്തരം എഴുതാനാണ്. ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. മഹാദ എന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം എഴുത കൊടുക്കാനാണ് താഴെ. 1 ബക്കറ്റിൻ്റെ ഫോട്ടോ ആണ് അല്ലേ. അപ്പോൾ മഹാദ ഹാദ ദൽവുൻ, വെറും ദൽവുൻ എഴുതിക്കാൻ പാടില്ല, ഹാദ ദൽവുന്ന് എഴുതണം, എന്നാലാണ് ഫുൾ മാർക്ക് കിട്ടുക. 1-ന് 3 മാർക്കാണ്. രണ്ടാമത്തത് മൊബൈൽ ഫോൺ ആണ് അല്ലേ. മഹാദ, ഉത്തരം ഹാദ ജവാലുൻ. മൂന്നാമത്തെ പേന, മഹാദ, ഉത്തരം ഹാദ കലമുൻ. അടുത്തത് പുസ്തകമാണ് അല്ലേ. പുസ്തകത്തിന് എന്താ പറയാ? കിതാബുൻ. അപ്പം മഹാദ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടത് ഹാദ കിതാബുൻ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നുക്തുബുൽ ഇസ്മ ഫി ലോകത്തിൽ അറബിയ, അറബിയിൽ ഇതിൻ്റെ പേരുകൾ എഴുതാനാണ്, ഈ ചിത്രത്തിൻ്റെ പേരുകൾ എഴുതാനാണ്. 1 ഷംസിയത്തുൻ, കുടയാണ് അല്ലേ. രണ്ടാമത്തെ മുന്തിരിയാണ്, മുന്തിരിക്ക് ഐനബുൻ. മൂന്നാമത്തത് ചക്കയാണ്, ചക്കക്ക് ഫനസുൻ. 4ാമത്തത് മേഘമാണ്, മേഘത്തിന് സഹാബുൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഒരു സ്ലേറ്റിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. സ്ലേറ്റ് ആകുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അറബി എഴുതാനാണ് അതിൻ്റെ താഴെ. അതായത് ഇത് എന്നുള്ളതിന് എന്താ പറയുക? ഹാദ. സ്ലേറ്റിന് എന്താ പറയുക? ലൗഹുൻ. അപ്പം അത് ഇത് സ്ലേറ്റ് ആകുന്നു എന്ന് എങ്ങനെയാണ്? ഹാദ ലൗഹുൻ. രണ്ടാമത്തത് ഇത് എന്ന് തന്നിട്ടുണ്ട്, പാറയാകുന്നു എന്നും തന്നിട്ടുണ്ട്. അതിനെന്താ പറയാ? ഇതിന് ഹാദിഹി. പാറക്ക് എന്താ പറയാ? സഹ്റത്തുൻ. അപ്പോൾ ഉത്തരം ഹാദിഹി സഹ്റത്തുൻ. അസ്സലാമു അലൈക്കും.